ഒന്നാമത്തെ ചോദ്യത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളുടെ പേരെഴുതുക. ഉത്തരമെന്ന് പറയുന്നത് പ്രകാശ ഊർജം, താപ ഊർജം, ശബ്ദ ഊർജം, വൈദ്യുത ഊർജം എന്നിങ്ങനെയായിരുന്നു. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതിയായിരുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. അടുപ്പിൽ വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാം? ഉത്തരം നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് നല്ല വായു സഞ്ചാരം ഉറപ്പാക്കണം. രണ്ടാമതായിക്കൊണ്ട് നമ്മൾ കത്തിക്കുന്ന സമയത്ത് വിറക് എന്ത് ചെയ്യരുത്? കുത്തി നിറയ്ക്കരുത്. വിറക് ചെറിയ കഷണങ്ങളാക്കി ഉപയോഗിക്കണം. അതായത് നമ്മൾ വിറക് അടുപ്പിൽ വെക്കുന്ന സമയത്ത് വലിയ കഷ്ണങ്ങൾ വെക്കാതെ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കുക. പാത്രത്തിലും അടുപ്പിനും ഇടയിൽ എന്തായിരിക്കണം? വിടവ് കുറവായിരിക്കണം. ഇതിൽ കൊടുത്തിട്ടുള്ളാത്ത മറ്റു പോയിന്റുകളൊക്കെ ഏതൊക്കെയാണ്? ഉണങ്ങിയ വിറക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിങ്ങൾ പരീക്ഷയിൽ എഴുതിയിട്ടുള്ള മറ്റു പോയിന്റുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിരിക്കുന്ന ഇന്ധനങ്ങളെ അവയുടെ അവസ്ഥയ്ക്കനുസരിച്ച് കൂട്ടങ്ങളാക്കുക എന്നതായിരുന്നു ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. അതിൽ ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഖരാവസ്ഥയാണ്, അതായത് സോളിഡ് സ്റ്റേറ്റ് ആണ്. അതിൽ പെടുന്നവയാണ് വിറക്, കൽക്കരി. ഇനി രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദ്രാവകാവസ്ഥയായിരുന്നു, അതായത് ലിക്വിഡ് സ്റ്റേറ്റ് ആയിരുന്നു. അതിൽ വിടുന്നവയായിരുന്നു മണ്ണെണ്ണ, ജെറ്റ് ഫ്യൂവൽ, നാഫ്ത എന്നിവ. ഇവയിൽ ഓരോന്നിന്റെയും ചിത്രങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഫ്ത എന്ന് പറയുന്നതും ഒരു ലിക്വിഡ് ഫോമിൽ വരുന്നതാണ്, ദ്രാവക അവസ്ഥയിൽ വരുന്ന ഒരു ഇന്ധനമായിരുന്നു. അടുത്ത ഏത് അവസ്ഥയാണ് വരുന്നത്? അടുത്തതായിക്കൊണ്ട് വാതക അവസ്ഥയാണ്. അതിൽ LPG, ബയോഗ്യാസ് എന്നിവയാണ് വരുന്നത്. ഇത്തരത്തിലാണ് ബോക്സിൽ നൽകിയിട്ടുള്ള ഓരോ ഇന്ധനങ്ങളെയും നമ്മൾ തരംതിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. അതിൽ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എടുത്തെഴുതുക എന്നതായിരുന്നു. പ്രസ്താവന 1. സസ്യങ്ങൾ ശ്വസനത്തിനായി ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല. എന്നാൽ സസ്യങ്ങൾ ശ്വസനത്തിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ പ്രസ്താവന 1 എന്താണ്? പ്രസ്താവന 1 തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയെങ്കിൽ പ്രസ്താവന 2 തന്നെയായിരിക്കും ശരി. നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രസ്താവന 2. ചെടികൾ പ്രകാശ സംശ്ലേഷണത്തിനായി കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നു. ഇതായിരുന്നു രണ്ടാമത്തെ പ്രസ്താവന എന്നത്. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. എന്ത് ചെയ്യുന്നുണ്ട്? ചെടികൾ പ്രകാശ സംശ്ലേഷണത്തിന്, അതായത് ഫോട്ടോസിന്തസിസിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന 2 ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. 2 കുട്ടികൾ നടത്തുന്ന സംഭാഷണമാണ്. കുട്ടി 1 പറയുന്നത്, മരത്തിൽ വളരുന്ന മൂടില്ലാ താളി ആ മരത്തിന് യാതൊരു ദോഷവും ചെയ്യുന്നില്ല എന്നാണ് കുട്ടി 1 പറയുന്നത്. ഇനി കുട്ടി 2 പറയുന്നത് നോക്കിക്കേ. മരത്തിൽ മരവാഴ ഉണ്ടായാൽ ആ മരം നശിച്ചു പോകുന്നില്ല. കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കൂ. ഏത് കുട്ടി പറയുന്നതാണ് ശരി? എന്തുകൊണ്ട്? അപ്പം കുട്ടി 1 പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ കുട്ടി 2 പറയുന്നതാണോ ശരി എന്നതാണ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനായിക്കൊണ്ട് ഞാൻ 2 മൂടില്ലാ താളി എന്ന് പറയുന്ന ചെടിയുടെയും മരവാഴയുടെയും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൂടില്ലാ താളി എന്ന് പറയുന്നത്. ഇത്തരത്തില് നമ്മുടെ ചെടികളിലൊക്കെ ഇങ്ങനെ വള്ളി രൂപത്തിൽ ഉണ്ടാകുന്നതാണ് മൂടില്ലാ താളി എന്ന് പറയുന്നത്. ഇത്തരത്തിലാണ് ഒരു മരത്തിൽ ഉണ്ടായി കിടക്കുന്നതാണ് ഇത്. ഓക്കെ. ഇനി അടുത്തതായിക്കൊണ്ട് ഞാനിവിടെ മരവാഴയുടെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ കുട്ടി പറയുന്നതാണ് ശരിയായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. മരവാഴ എന്ന് പറയുന്നത് എന്താണ്? ആതിഥേയ സസ്യത്തെ ഇരിപ്പിടമായി മാത്രമാണ് കാണുന്നത്. അതായത് ഇത്തരത്തില് മരവാഴ അത് ഉണ്ടാകുന്ന ആ ഒരു സസ്യത്തെ, ആ ഒരു മരത്തെ എന്താണ്? വെറും ഒരു ഇരിപ്പിടം, അതിന് വളരാനുള്ള ഒരു സ്ഥലം മാത്രമായാണ് കാണുന്നത്. അതായത് ഈ ഒരു മരവാഴയുടെ വേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ.
ഈ വേരുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഈ വേരുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നോക്കിക്കേ, അവയുടെ കട്ടിയുള്ള വേരുകൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആഹാരം നിർമ്മിക്കുന്നു. ഇനി ആതിഥേയ സസ്യത്തിൽ നിന്നും ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത മൂടില്ലാ താളിയെ കുറിച്ചാണ് പറയുന്നത്. നോക്കിക്കോ, ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ മൂടില്ലാ താളി വലിച്ചെടുക്കുന്നത് കാരണം ആതിഥേയ സസ്യം ക്രമേണ നശിച്ചു പോകുന്നു. എന്ത് സംഭവിക്കുന്നു? മൂടില്ലാ താളി എന്ന് പറയുന്ന ഈ ഒരു ചെടി എന്ത് ചെയ്യുന്നു? വളരുന്ന ആ ഒരു ആതിഥേയ സസ്യത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആ മരത്തിന്റെ പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നതും അത് കാരണമായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ക്രമേണ അത് വളരുന്ന ആ ഒരു സസ്യം എന്ത് ചെയ്യുന്നു? ക്രമേണ നശിച്ചു പോകുകയും ചെയ്യുന്നു. അപ്പൊ ഇതില് രണ്ടാമത്തെ കുട്ടി പറയുന്നതാണ് ശരി. അതിനുള്ള കാരണവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സി ക്വസ്റ്റ്യൻ, ഒരു ആഹാര ശൃംഖലയിലെ വിവിധ കണ്ണികൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് എഴുതുക എന്നതായിരുന്നു ചോദ്യം. കൊടുത്തിട്ടുള്ളത് കുറുക്കൻ, പുല്ല്, കോഴി, കഴുകൻ, പുഴു എന്നിങ്ങനെയാണ്. ഉത്തരം നോക്കിക്കേ, ഇതില് ആഹാര ശൃംഖലയില് ആദ്യത്തെ കണ്ണി ഏതായിരിക്കും? ആദ്യത്തേത് പുല്ലാണ് വരുന്നത്, രണ്ടാമതായിക്കൊണ്ട് പുഴു, മൂന്നാമതായിക്കൊണ്ട് കോഴി, നാലാമതായിക്കൊണ്ട് കുറുക്കൻ, പിന്നീടാണ് കഴുകൻ വരുന്നത്. അപ്പം ഇത്തരത്തിലാണ് ഈ ഒരു ആഹാര ശൃംഖല വരുന്നത്. ക്ലിയർ ആണല്ലോ? എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം 3, താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ വായിക്കൂ. പ്രസ്താവന 1, ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ഇത് ശരിയായ ഒരു പ്രസ്താവനയാണോ? ഇത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേ, ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എങ്കിൽ ഇതിൽ അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള പ്രസ്താവന 2 മാത്രമാണ് ശരി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. വസ്തുക്കളുടെ ലയന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നോക്കാം. ഉത്തരം, ലയന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ലീനത്തിന്റെ തരികളുടെ വലിപ്പം എന്ത് ചെയ്യുക? കുറയ്ക്കുക, അതായത് പൊടിക്കുക, അത് പൊടിച്ചു ചേർക്കുക. മറ്റൊന്നാണ് ദ്രാവകം എന്ത് ചെയ്യുക? ഇളക്കുക, അതായത് ഇളക്കി ചേർക്കുക. മൂന്നാമതായിട്ട് അതിലെ താപനില വർദ്ധിപ്പിക്കുക, അതായത് ചൂടാക്കുക എന്നിങ്ങനെയായിരുന്നു. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എഴുതുക. ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബ്രിഡ്ജ്, പിന്നീട് ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് നീന്തൽ, മൂന്നാമതായിട്ട് ചങ്ങാടത്തിലുള്ള യാത്ര, പിന്നീട് തോണി യാത്ര, പിന്നീട് നദിയിലൂടെ തടി, ഈറ്റക്കെട്ട് എന്നിവ കൊണ്ടുപോകാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നാലാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ സൂക്ഷ്മജീവികൾ അല്ലാത്തത് ഏത് എന്നായിരുന്നു? ഒന്നാമത്തേത് കൊടുത്തിട്ടുള്ളത് വൈറസ്, രണ്ടാമത്തേത് ഈച്ച, മൂന്നാമത്തേത് ഫംഗസ്, നാലാമത്തേത് ബാക്ടീരിയ എന്നിങ്ങനെയായിരുന്നു കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈച്ചയാണ്. അതായത് ബാക്കി ഈച്ച ഒരു സൂക്ഷ്മജീവിയല്ല, ഒരു പ്രാണിയാണ്. മറ്റ് നമുക്ക് തന്നവയൊക്കെ എന്താണ്? സൂക്ഷ്മജീവികളായിരുന്നു. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. രോഗകാരികളായ സൂക്ഷ്മജീവികളെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ. 2 രോഗാണുവാഹകരുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? എലി, ഈച്ച, കൊതുക്, വവ്വാൽ, എലിച്ചെള്ള്. ഇതിൽ ഏതെങ്കിലും 2 ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ നോക്കാം. കൊതുക് പെരുകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? അതായത് ഉപയോഗിച്ച പ്ലാസ്റ്റിക് കവറുകളിലും ചിരട്ടകളിലും ടയറുകളിലും മറ്റും കെട്ടിക്കിടക്കുന്ന ജലത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കൊതുക് പെരുകുന്നത്.